പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 4 ദിവസം മാത്രം. പരസ്യപ്രചാരണം അതിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് സ്ഥാനാർത്ഥികളും പാർട്ടികളും. ഒരു മുന്നണിക്കും ഒരു തരംഗവും അവകാശപ്പെടാനില്ലാത്ത ഈ തെരഞ്ഞെടുപ്പിൽ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ എത്ര സീറ്റ് ലഭിക്കുമെന്ന കണക്ക് കൂട്ടലുകൾ കൂടിയാണ് വിവിധ പാർട്ടി കേന്ദ്രങ്ങൾ. എന്തായാലും പ്രചാരണം അതിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ എന്താണ് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ പൊതുചിത്രമെന്ന് പരിശോധിക്കാം. എല്ലാവർക്കും കേരള ബാലറ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തെരഞ്ഞെടുപ്പ് വാർത്തകൾ പരിശോധിക്കാം. വോട്ടെടുപ്പിന് ഇനി 4 ദിവസം മാത്രം. പരസ്യപ്രചാരണം മറ്റന്നാൾ അവസാനിക്കും. വോട്ടുറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ സ്ഥാനാർത്ഥികളും മുന്നണികളും. പട്ടാമ്പിയിലെ UDF സ്ഥാനാർത്ഥി വോട്ടിന് പണം നൽകിയെന്ന ആരോപണവുമായി CPM. വീട്ടമ്മയ്ക്ക് പണം നൽകുന്ന ദൃശ്യങ്ങൾ പിണറായി വിജയൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. CPMന്റെ കൽപ്പിത കഥയെന്ന് CP മുഹമ്മദ്. നരേന്ദ്രമോദിയുടെ സൊമാലിയൻ പരാമർശത്തിൽ പ്രതിഷേധം തുടരുന്നു. നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി. മോദിക്ക് ജനം മറുപടി പറയുമെന്ന് സീതാറാം യെച്ചൂരി. കേരളത്തെ സൊമാലിയയാക്കാൻ അനുവദിക്കരുതെന്ന മുന്നറിയിപ്പാണ് പ്രധാനമന്ത്രി നൽകിയതെന്ന് വെങ്കയ്യ നായിഡുവിന്റെ വിശദീകരണം. ബാലുശ്ശേരിയിൽ വോട്ടിംഗ് യന്ത്രത്തിൽ സ്ഥാനാർത്ഥിയുടെ പേര് തെറ്റായി രേഖപ്പെടുത്തിയെന്നാരോപിച്ച് UDFന്റെ പ്രതിഷേധം. UDF ആവശ്യം അംഗീകരിക്കില്ലെന്ന് ജില്ലാ കലക്ടർ. വോട്ടിംഗ് യന്ത്രം സജ്ജീകരിക്കുന്നത് മാറ്റിവെച്ചു. വോട്ടെടുപ്പിന് ഇനി 4 ദിവസം മാത്രം ബാക്കി. തിരക്കിട്ട പ്രചാരണ പ്രവർത്തനങ്ങളിലാണ് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും. ദേശീയ നേതാക്കളെല്ലാം പ്രചാരണ രംഗത്തെത്തിയത് സഹായകരമാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. വിധിയെഴുത്തിന് 4 ദിവസം മാത്രം ബാക്കി. ഇന്ന് 12, 16 വോട്ടെടുപ്പ്. കൊട്ടിക്കലാശം 14. വിശ്രമമില്ലാത്ത ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള അവസാന ശ്രമം. പരമാവധി സ്ഥലങ്ങളിൽ നേരിട്ടെത്തിയും റോഡ് ഷോ ഉൾപ്പെടെ എല്ലാ പ്രചാരണ മാർഗങ്ങൾ ഉപയോഗിച്ചും വോട്ടർമാരെ കാണാനാണ് സ്ഥാനാർത്ഥികളും പാർട്ടികളും സമയം കണ്ടെത്തുന്നത്. പ്രചാരണത്തിന് കൂടുതൽ സമയം കിട്ടിയത് ചിട്ടയായ പ്രവർത്തനത്തിന് സഹായകമായെന്ന വിശ്വാസത്തിലാണ് പാർട്ടികൾ. ആദ്യഘട്ടത്തിലെ പ്രചാരണ വിഷയങ്ങളിൽ പലതും അവസാന ലാപ്പിൽ മാറിക്കഴിഞ്ഞു. അഴിമതിക്കും വികസനവാദത്തിനുമൊപ്പം സ്ത്രീ സുരക്ഷയും പെരുമ്പാവൂർ വിഷയവും പ്രചാരണത്തിൽ സജീവമാണ്. നരേന്ദ്രമോദിയുടെ സൊമാലിയ പരാമർശവും LDF UDF നേതാക്കൾ പ്രസംഗങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. 4 ദിവസം ശേഷിക്കെ 140 മണ്ഡലങ്ങളിൽ മിക്കയിടത്തും ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. പാർട്ടികളുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും തീപാറുന്ന മത്സരം. പ്രചാരണ പ്രവർത്തനം വിലയിരുത്തി കണക്കുകൂട്ടലുകളും നടക്കുന്നുണ്ട്. അവസാന ഘട്ടത്തിൽ ദേശീയ നേതാക്കൾ ഒഴുകിയെത്തിയത് ഗുണമാകുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ. മീഡിയ 1 തിരുവനന്തപുരം. പ്രചാരണം അതിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ മധ്യ കേരളത്തിൽ നിന്നും തെക്കൻ കേരളത്തിൽ നിന്നും വടക്കൻ കേരളത്തിൽ നിന്നും ലഭിക്കുന്ന ഒരു രാഷ്ട്രീയ ചിത്രം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം അസ്ലമിലേക്ക് പോകാം. അസ്ലം, പ്രചാരണം അതിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ എന്തെല്ലാം വിഷയങ്ങളാണ് പ്രധാനമായും പ്രചാരണ രംഗത്ത് ഉയർന്നു വന്നത്? ഏതെല്ലാം ഒരുപാട് പ്രമുഖ പാർട്ടികളുടെ ഒരുപാട് ദേശീയ നേതാക്കൾ സംസ്ഥാനത്തേക്ക് ഒഴുകുന്ന ഒരു കാഴ്ച തന്നെയാണ് കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ കണ്ടത്. ഈ ദേശീയ നേതാക്കളുടെ വരവ് എത്രത്തോളം പാർട്ടികളുടെ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തിന് ഒരു സാധ്യതയേകി? തീർച്ചയായും അഞ്ജിത, ഇക്കാര്യത്തിൽ ഏറ്റവും അവസാനഘട്ട ഒരുക്കത്തിൽ അതോടെ തയ്യാറെടുപ്പിൽ തന്നെയാണ് മുന്നണികളും പാർട്ടികളും സ്ഥാനാർത്ഥികളും. അതിന് ആവേശം പകർന്നതായിരുന്നു എല്ലാ നേതാക്കളുടെയും ദേശീയ നേതാക്കളുടെ വരവ്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ AICC അധ്യക്ഷ സോണിയാഗാന്ധിയുടെയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും വരവ് കേരളത്തിൽ കോൺഗ്രസ് BJP അണികളിൽ വലിയൊരു ആവേശം തന്നെ ഉയർത്തിയിട്ടുണ്ട്. മോദി നടത്തിയ പരാമർശം വിവാദമായെങ്കിലും പാർട്ടി അണികളിൽ മോദിയുടെ വരവും അദ്ദേഹത്തിന്റെ റാലികളും വളരെയധികം ആവേശം ഉയർത്തിയിട്ടുണ്ടെന്ന വിലയിരുത്തൽ തന്നെയാണ് BJP ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് അവർ ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ സീറ്റിൽ പ്രതീക്ഷ ചേർത്തുന്ന തിരുവനന്തപുരത്ത് നടത്തിയ റാലിയിൽ വളരെയധികം ആവേശം അവർ കരുതുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഉയർത്തിയ പരാമർശങ്ങൾ, പ്രത്യേകിച്ച് സോണിയാഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾക്ക് സോണിയാഗാന്ധി തന്നെ
അന്ന് മറുപടി നൽകിയതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത്. സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള പ്രകാശ് കാരാട്ടുള്ള നേതാക്കളുടെ ശക്തമായ സാന്നിധ്യത്തിലൂടെ ഇടതുപക്ഷത്തിലും ശക്തമായ ദേശീയ നേതാക്കളെ ഇറക്കിയുള്ള പ്രചരണം നടത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഇതിനെ താഴെത്തട്ടിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ വിവാദമായ സോമാലിയ പരാമർശമാണ്. അതോടൊപ്പം അത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ താഴെത്തട്ടിലേക്ക് പോകുന്ന BJPക്കെതിരായ ഒരു പൊതുവികാരമായി CPM ഉം കോൺഗ്രസും ഒരുമിച്ച് തന്നെ ഇത് പ്രചരണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ UDFന്റെ പ്രചരണവും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VS സുജാന്റെ നേതൃത്വത്തിലുള്ള LDFന്റെ പ്രചരണവും ശക്തമായി തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനഘട്ട വോട്ടെടുപ്പുകളും അതോടൊപ്പം തന്നെ അടിയൊഴുക്കുകൾ പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ അത് തടയാനുള്ള ശ്രമങ്ങളിലുമാണ് മുന്നണികളും പാർട്ടികളും ഉള്ളത്. ഏറ്റവും അവസാന 2 ദിവസങ്ങളിൽ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുന്ന രീതിയിലേക്കുള്ള അവസാന പ്രചരണ കൊഴുപ്പേക്കാനുള്ള ആസൂത്രണങ്ങളാണ് ഇപ്പോൾ പാർട്ടികളിൽ നടക്കുന്നത്. 2 ദിവസം കൊണ്ട് പരമാവധി പ്രചരണം നടത്തുക എന്നുള്ളതാണ് ഒന്നാം ഘട്ടം. അത് കഴിഞ്ഞ ശേഷമാണ് നിശബ്ദ പ്രചരണത്തിൻ്റെ മറ്റ് ആസൂത്രണങ്ങളിലേക്ക് പോകുക. എന്തായാലും ഓരോ മണിക്കൂറുകളും ഓരോ മിനിറ്റുകളും വളരെ കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഓരോ പാർട്ടികളും ഓരോ മുന്നണികളും. അത്തരത്തിലുള്ള ചർച്ചകളുമായി അവർ മുന്നോട്ട് പോവുകയാണ്. അഞ്ജിത, ശരി അസ്ലം, ഇനി നമുക്ക് തെക്കൻ കേരളത്തിലെ ഓരോ ജില്ലകളിലെയും ഒരു രാഷ്ട്രീയ ചിത്രം പരിശോധിക്കാം. ഒരുപക്ഷെ ഒരുപാട് ശക്തമായ മത്സരം നടക്കുന്ന നേമം, വട്ടിയൂർക്കാവ്, ചെങ്ങന്നൂർ, കൊല്ലം തുടങ്ങിയ മണ്ഡലങ്ങൾ തെക്കൻ കേരളത്തിലുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ UDFന് ഭരണത്തിലേക്ക് കയറാൻ സാധിച്ചത് തെക്കൻ കേരളമാണ്. എന്താണ് ഇപ്പോൾ പ്രചാരണം അതിന്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ തെക്കൻ കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ചിത്രം? അഞ്ജിത, തലസ്ഥാന നഗരം ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലങ്ങളുള്ള ജില്ലയാണ്. തലസ്ഥാനത്ത് കഴിഞ്ഞ തവണ 9-6 എന്നുള്ളതാണ് ഇത്തവണത്തെ UDF 9-ഉം 6 LDF എന്നുള്ളതാണ് അവസ്ഥ. ഇത് മറികടക്കാൻ കഴിഞ്ഞു നേതൃത്വം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മേധാവിത്വം നേടാൻ കഴിയുമെന്ന ശ്രമത്തിലാണ് UDFും LDFും ഉള്ളത്. തലസ്ഥാനം പിടിച്ചാൽ ഭരണം പിടിച്ചു എന്ന ഒരു പതിവുള്ളതിനാൽ തന്നെ ഇതിനുള്ള മേൽക്കോയ്മയുള്ള ശ്രമങ്ങളാണ് LDFും UDFും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളിൽ ശക്തമായ പോരാട്ടം തന്നെ നടത്തുന്നു പറയാം. പ്രത്യേകിച്ച് നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം എന്നിവയുള്ള ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ. ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ BJPയുടെ സാന്നിധ്യമാണ് മത്സരത്തെ വളരെ നിർണായകമാക്കുന്നത്. നേമത്ത് ശക്തമായ മത്സരം ത്രികോണ മത്സരത്തിൽ നിന്നും മാറി LDFും BJPയും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരത്തിലേക്ക് പോയിട്ടുണ്ട്. LDFിൻ്റെ വോട്ടുകളും അതുപോലെ തന്നെ ന്യൂനപക്ഷ വോട്ടുകളും സമാഹരിക്കാൻ ശ്രമം നടത്തുമ്പോൾ പരമാവധി വോട്ടുകൾ സമാഹരിച്ചുകൊണ്ട് വിജയം ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് രാജഗോപാലിനെ വിജയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് BJP. അതുപോലെ തന്നെയാണ് കഴക്കൂട്ടത്തും പ്രവചനാതീതമായ മത്സരത്തിലേക്ക് പോയിട്ടുണ്ട്. K മുരളീധരൻ, കുമ്മനം രാജശേഖരൻ, TN സീമ തുടങ്ങിയവരുടെ ശക്തമായ പ്രചരണം ഒരുപക്ഷെ ഒരു ഫോട്ടോ ഫിനിഷിംഗിലേക്കായിരിക്കും വട്ടിയൂർക്കാവ് പോവുക എന്ന ഒരു നിലപാടിലേക്ക് ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. കഴക്കൂട്ടത്തെയും സ്ഥിതി വ്യത്യസ്തമല്ല. മറ്റു മണ്ഡലങ്ങൾ ഒരുപക്ഷെ തിരുവനന്തപുരം ഒരു ആദ്യഘട്ടത്തിൽ കോൺഗ്രസിന് വലിയ പ്രതീക്ഷ EC വാക്കൂർ പ്രതീക്ഷിക്കുന്ന മണ്ഡലമായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ കനത്ത വെല്ലുവിളി ഇടതുപക്ഷം ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോവളത്ത് അപ്രതീക്ഷിതമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഒരു മുന്നേറ്റം കാണുന്ന ഒരു സാഹചര്യം ഉണ്ട്. നെടുമങ്ങാട്ട് തിരിച്ചാണ്. ഒരുപക്ഷെ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന നിലയിൽ പാലോട് രവി വളരെ പെട്ടെന്ന് ജയിച്ചു വരുന്ന പ്രതീക്ഷയിൽ നിന്നും കടുത്ത മത്സരത്തിലേക്ക് C ദിവാകരൻ ഉയർത്തിയിരിക്കുന്നു. അത്തരത്തിൽ ചില മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം നടക്കുന്നുണ്ട്. അതോടൊപ്പം ചില മണ്ഡലങ്ങളിൽ അപ്രതീക്ഷിതമായ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അർത്ഥത്തിൽ മുന്നണികൾക്ക് ആർക്കും പറയാൻ കഴിയാത്ത രീതിയിലേക്കാണ് തിരുവനന്തപുരം ജില്ലയുടെ മത്സരങ്ങൾ പോകുന്നത്. കൊല്ലത്താണെങ്കിൽ പ്രധാന മത്സരം നടക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. പ്രത്യേകിച്ച് കരുനാഗപ്പള്ളി, കുണ്ടറ, പിന്നെ ചവറ എന്നിവയാണ്, ഇരവിപുരം എന്നിവയാണ് പ്രധാനപ്പെട്ട ശക്തമായ മത്സരം. പ്രത്യേകിച്ച് ഫലം മാറുന്ന തരത്തിലേക്ക് മത്സരം പോകുന്ന സൂചനകൾ ലഭിക്കുന്നത്. കരുനാഗപ്പള്ളിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് CR മഹേഷ് അതിശക്തമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ഇടതുപക്ഷത്ത് നിന്ന് ആ ഒരു സീറ്റ് പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. കുണ്ടറയും സമാനമായ രീതിയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ മേഴ്സിക്കുട്ടി അമ്മയേക്കാൾ വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നു. ചവറയിൽ തിരിച്ചാണ് UDF സ്ഥാനാർത്ഥിയായ ഷിബു ബേബി ജോൺ കടുത്ത വെല്ലുവിളി LDF സ്ഥാനാർത്ഥിയിൽ നിന്ന് നേരിടുന്നു എന്നുള്ളതാണ് വലിയൊരു വസ്തുത. അതോടൊപ്പം തന്നെ ഇരവിപുരം RSPയുടെ തന്നെ മറ്റൊരു സീറ്റായ ഇരവിപുരത്തും RSP വളരെയധികം ഉയർക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും കാണാൻ കഴിയുന്നത്. ഈ മണ്ഡലങ്ങളിൽ ആര് ജയിക്കുമെന്ന് പറയാൻ കഴിയാത്ത രീതിയിലേക്ക്, പ്രവചനാതീതമായ രീതിയിലേക്ക് സീറ്റുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ശക്തമായ മത്സരം നടക്കുന്ന മറ്റ് 2 മണ്ഡലങ്ങൾ, ഒന്ന് കൊല്ലവും അതോടൊപ്പം തന്നെ ചടയമംഗലുമാണ്. ഈ പ്രദേശത്ത് വലിയൊരു വിജയത്തിലേക്ക് എത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും ശക്തമായ വെല്ലുവിളി ഉയർത്താൻ UDFിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. പത്തനംതിട്ടയിലേക്ക് വരികയാണെങ്കിൽ ശക്തമായ മത്സരം നടക്കുന്ന 2 മണ്ഡലങ്ങൾ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒന്ന് ആറന്മുള തന്നെയാണ്. ആറന്മുള ത്രികോണ മത്സരം ശക്തമായി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അവസാന ഘട്ടത്തിൽ പക്ഷേ BJP ഒന്ന് പിന്നിലായോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. LDFിൻ്റെയും UDFിൻ്റെയും സ്ഥാനാർത്ഥികളുടെ ഒരു നേരിട്ടുള്ള മത്സരത്തിലേക്ക് അവസാന ഘട്ടത്തിലേക്ക് പോകുന്നുവെന്ന സൂചനകളുണ്ട്. BJPയിൽ തന്നെ പാർട്ടിക്കകത്ത് തന്നെയുള്ള ചില പ്രശ്നങ്ങളാണ് അതിന് കാരണമായിട്ട് പറയുന്നത്. ആ രീതിയിലേക്കാണ് ആറന്മുള പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ പ്രതീക്ഷയിൽ നിന്ന് വ്യത്യസ്തമായി റാന്നിയിൽ
LDF സ്ഥാനാർത്ഥി ഒരു വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. സാധാരണഗതിയിൽ രാജു എബ്രഹാം അവിടെ നിന്ന് കൃത്യമായി തന്നെ ജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ്. അതേസമയം ഇപ്പോൾ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ അല്പം വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പത്തനംതിട്ടയിൽ ഒരു വ്യത്യസ്തമായി പറയാൻ കഴിയുന്ന ഒരു മണ്ഡലം. മറ്റേത് ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ ഏറെക്കുറെ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള അല്ലെങ്കിൽ മേൽക്കൈയുള്ള മണ്ഡലത്തിൽ ഇത്തവണ UDF അപ്രതീക്ഷിതമായ ചില സീറ്റുകൾ നേടുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. കായംകുളമാണ് ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം. പ്രതിഭാഹരിയും M. ലിജുവും തമ്മിലുള്ള മത്സരം ശക്തമായ മത്സരമാണ്. G. സുധാകരൻ മത്സരിക്കുന്ന അമ്പലപ്പുഴയിൽ കനത്ത വെല്ലുവിളി തന്നെയാണ് ജെഡിയുവിൻ്റെ ഷെയ്ഖ് പി ഹാരിസ് ഉയർത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലം ചെങ്ങന്നൂരിൽ കടുത്ത മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരുപക്ഷെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മണ്ഡലമായത് മാറി എന്ന് തന്നെ പറയാൻ കഴിയും. PC വിഷ്ണുനാഥിന്റെ വിജയം ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി ഉമ്മൻചാണ്ടി നേതൃത്വം നൽകുമ്പോൾ BJPയുടെ അക്കൗണ്ട് തുറക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാതിലായി തന്നെ ചെങ്ങന്നൂരിനെ കണ്ടുകൊണ്ട് PS ശ്രീധരൻപിള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇടതുപക്ഷവും ഒട്ടും പിറകില്ലാത്ത രീതിയിൽ കനത്ത ഒരു ത്രികോണ മത്സരം തന്നെ അവിടെ നടക്കുന്നുണ്ട്. അത്തരത്തിൽ വളരെ ശക്തമായ മത്സരങ്ങൾ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ഫലത്തെയും അതോടൊപ്പം തന്നെ ആര് ഭരണം പിടിക്കും എന്നതിനെ നിർണ്ണയിക്കുന്ന രീതിയിലേക്കുള്ള മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളായി തെക്കൻ ജില്ലയിലെ മണ്ഡലങ്ങൾ മാറിയിട്ടുണ്ട്. അഞ്ജിത, തെക്കൻ കേരളത്തിലെ വിശേഷങ്ങളാണ് അസ്ലം നൽകിയത്. ഇപ്പോൾ മധ്യ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രവുമായി ടോബി ജോൺസൺ ചേരുന്നു. ടോബി, 46 മണ്ഡലങ്ങളിൽ 16 ശക്തമായ മത്സരമാണ് മധ്യ കേരളത്തിൽ നടക്കുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രി ഉൾപ്പെടെ 7 മന്ത്രിമാർ മത്സരിക്കുന്ന എന്ന പ്രത്യേകത കൂടി തെക്കൻ കേരളത്തിലുണ്ട്. എന്താണ് പ്രചാരണം അതിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ മധ്യ കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ചിത്രം? അഞ്ജിത, തീർച്ചയായിട്ടും വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് മധ്യ കേരളം എന്ന് വേണം പറയാൻ. അവസാന ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ അതിൻ്റെ എല്ലാ വാശിയും വീറും കാണുന്ന തരത്തിലാണ് നമുക്കിപ്പോൾ പ്രചരണ രംഗത്ത് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മത്സരിക്കുന്നു. അതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, PC ജോർജ്, ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധി ഫ്രാൻസിസ് ജോർജ് മത്സരിക്കുന്നു. ഇത്തരത്തിൽ പ്രമുഖരെല്ലാം തന്നെ, മന്ത്രി K. ബാബു മത്സരിക്കുന്നു, M. സ്വരാജ് മത്സരിക്കുന്നു. ഇത്തരത്തിൽ എടുത്തു പറയാവുന്ന ഒരുപാട് ആളുകൾ, പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ മത്സരിക്കുന്ന ഒരു മേഖല കൂടിയാണ് മധ്യ കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വാശിയേറിയ പോരാട്ടം തന്നെയാണ് അവസാന നിമിഷങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാം. ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ, അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, പലപ്പോഴും ഭരണത്തിൽ വരുമ്പോൾ UDFനെ പിന്തുണയ്ക്കുന്നത് മധ്യ കേരളത്തിലെ വിജയങ്ങൾ തന്നെയാണ്. അത് പ്രത്യേകിച്ചും എറണാകുളം ജില്ല, കോട്ടയം ജില്ല, തൃശ്ശൂർ ജില്ല തുടങ്ങിയ ഈ 3 ജില്ലകളിൽ കിടക്കുന്ന 14ഓളം അല്ലെങ്കിൽ ഒരു 30-ന് മേലുള്ള സീറ്റുകൾ, നേരത്തെ പറഞ്ഞ പോലെ 46ഓളം സീറ്റുകൾ വളരെ നിർണായകമായിട്ടുള്ള സീറ്റുകൾ തന്നെയാണ്. ഒരുപക്ഷെ UDFന് കുറച്ചും കൂടി മേൽക്കൈയുള്ള ഒരു മേഖല കൂടിയാണ് മധ്യ കേരളം. അതുകൊണ്ട് തന്നെ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം എത്രത്തോളമുണ്ട്, അല്ലെങ്കിൽ BJPയുടെ സ്വാധീനം എത്രത്തോളമുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് അറിയേണ്ടത്. എന്തായാലും വാശിയേറിയ ഒരു പോരാട്ടം, അല്ലെങ്കിൽ ഈ സീറ്റുകൾ UDFന് ഒരു മേൽക്കൈ ഉണ്ടാക്കാതിരിക്കാനുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് LDFും BJPയും ഇവിടെ നടത്തുന്നത്. SNDP വോട്ടുകളുടെ ഒരു സ്വാധീനം വളരെയധികം പറയേണ്ട കാര്യമാണ്. SNDPക്ക് നിർണായകമായിട്ടുള്ള സ്വാധീനമുള്ള ചില ജില്ലകളാണ് കോട്ടയത്തും അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലൊക്കെ SNDPക്കും BDJSനും സ്വാധീനമുള്ള വോട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ മത്സരങ്ങൾ വളരെയധികം വാശിയേറിയതാകുന്നു. K. ബാബുവിൻ്റെ മത്സരം നടക്കുന്നുണ്ട്. M. സ്വരാജാണ് എതിർ സ്ഥാനാർത്ഥി. നമുക്കറിയാം, ഇന്നലെ പ്രധാനമന്ത്രി തൃപ്പൂണിത്തറയിലെത്തി പ്രസംഗിച്ചിരുന്നു. ഇതൊക്കെ BJP ക്യാമ്പിനെയും ഇളക്കി മറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാശിയേറിയ പോരാട്ടം തന്നെയാണ് മധ്യ കേരളത്തിൽ നടക്കുന്നതെന്ന് വേണം ഈ അവസാന നിമിഷം നമുക്ക് പറയാൻ. ടോബി പറഞ്ഞതുപോലെ BJP BDJS കൂട്ടുകെട്ട് ഇരു മുന്നണികളുടെയും ജയപരാജയത്തിൽ നിർണായകമായിരിക്കും. ഒരുപക്ഷെ UDFന് വളരെയധികം മേൽക്കൈ എല്ലാ കാലത്തും നേടിക്കൊടുത്ത മധ്യ കേരളം ഇക്കുറി മാറി ചിന്തിക്കുമോ എന്ന് കാത്തിരുന്ന് കാണുക തന്നെ വേണം. ഇനി വടക്കൻ കേരളത്തിലെ വിശേഷങ്ങളുമായി ഷിത ജഗത് നമ്മോടൊപ്പം ചേരുന്നു. ഷിത, ഒരുപക്ഷെ BJP അക്കൗണ്ട് തുറക്കാൻ ലക്ഷ്യമിടുന്ന മഞ്ചേശ്വരം ഉൾപ്പെടുന്ന വടക്കൻ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷം എന്താണ്? ഒരുപക്ഷെ UDFന് ഏറ്റവും കൂടുതൽ വിമതശല്യം നേരിടുന്നതും വടക്കൻ കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ 4 സിറ്റിംഗ് സീറ്റുകളിലും UDF വിമതശല്യം നേരിടുന്നു. എന്താണ് അവസാനമായി പ്രചാരണ രംഗത്ത് നിന്നും ലഭിക്കുന്ന ഒരു പ്രതികരണം? അഞ്ജിത, 38 MLA-മാർക്കൊപ്പം 8 മന്ത്രിമാർ കൂടി മലബാറിൽ നിന്ന്, വടക്കൻ കേരളത്തിൽ നിന്ന് ജനവിധി തേടുന്നുണ്ട്. ഇതിൽ അഞ്ജിത സൂചിപ്പിച്ചതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലാണ് ശക്തമായ മത്സരം നടക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ BJP അക്കൗണ്ട് തുറക്കാമെന്നുള്ള പ്രതീക്ഷയിൽ മത്സരത്തിനിറങ്ങുന്നു. ഇതിൽ മഞ്ചേശ്വരത്ത് ശക്തമായൊരു ത്രികോണ മത്സരം നടക്കുന്നു. മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രനാണ് BJPയുടെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ മഞ്ചേശ്വരത്ത് പരമാവധി വോട്ട് പിടിച്ച് മുന്നേറാൻ പറ്റും, അല്ലെങ്കിൽ ഒരു നിയമസഭയിൽ ഒരു സീറ്റ് നേടാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷ
പ്രതീക്ഷയിലാണ് BJP. ഒപ്പം തന്നെ സുരേന്ദ്രന്റെ പ്രചാരണം ആ രീതിയിൽ തന്നെയാണ്. കർണാടകയോട് അടുത്ത് നിൽക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കന്നഡ ഭാഷ സംസാരിച്ചും ആളുകളെ കയ്യെടുത്ത് വോട്ടർമാരെ കയ്യിലെടുത്ത് അക്കൗണ്ട് തുറക്കാനാകുമെന്ന ഒരു പ്രതീക്ഷയിലാണ് BJP. ഒപ്പം അബ്ദുൾ റസാഖാണ് UDF-ന് വേണ്ടി മത്സരരംഗത്തുള്ളത്. CH കുഞ്ഞമ്പു CPM-ന് വേണ്ടി LDF-ന് വേണ്ടി മത്സരരംഗത്തുണ്ട്. കാസർഗോഡും BJP-യും UDF-ഉം തമ്മിലാണ് നേർക്കുനേർ മത്സരമുള്ളത്. ഇവിടെ LDF-ന് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ UDF-ഉം BJP-യും തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടക്കുന്നു. ഉദുമയിൽ LDF-ന് ശക്തി കേന്ദ്രമായ ഒരു സ്ഥലമാണ് ഉദുമ. ഒപ്പം പക്ഷേ K. സുധാകരൻ മത്സരരംഗത്ത് വന്നതോടെ ഈ ചിത്രം മാറുകയാണ്. അവസാന നിമിഷം വരെ പോരാട്ടം മുറുകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഉദുമയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. സിറ്റിംഗ് MLA AK കുഞ്ഞിരാമനാണ് ഇത്തവണയും മത്സരരംഗത്തുള്ളത്. കാഞ്ഞങ്ങാടേക്ക് പോയാൽ കാഞ്ഞങ്ങാടും LDF-നാണ് മുൻതൂക്കമുള്ളത്. CPI-യിലെ ചന്ദ്രശേഖരനാണ് മത്സരിക്കുന്നത്. ധന്യ സുരേഷാണ് UDF-ന് വേണ്ടി രംഗത്തുള്ളത്. അതേസമയം പ്രചാരണത്തിൽ LDF ഏറെ മുന്നാണെങ്കിലും അത്രത്തോളം മുന്നേറാൻ UDF-ന് കഴിഞ്ഞിട്ടില്ല. തൃക്കരിപ്പൂരിൽ LDF മാത്രം ഇതുവരെ ജയിച്ച മണ്ഡലം നിർണയിച്ചതിന് ശേഷം LDF മാത്രം ജയിച്ച ഒരു മണ്ഡലമാണ്. M. രാജഗോപാൽ LDF-ന് വേണ്ടിയും KP കുഞ്ഞിക്കണ്ണൻ UDF-ന് വേണ്ടിയും ഇറങ്ങുന്നു. LDF-ന് തന്നെ അവിടെ മുൻതൂക്കമുണ്ടെന്ന് ഇപ്പോഴത്തെ ഒരു പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കും. അപ്പോൾ ഇനി കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ UDF-ലെ വിമതന്മാർ ഉള്ള മണ്ഡലം. ഏറ്റവും കൂടുതൽ വിമതന്മാർ മത്സരിക്കുന്നത്. വിമതന്മാർ മറ്റ് സ്ഥാനാർത്ഥികളെ അലട്ടുന്ന ഒരു മണ്ഡലം കൂടിയാണ് കണ്ണൂരിൽ 11 മണ്ഡലങ്ങളിൽ 6 എണ്ണം LDF-ന്റെയും 5 എണ്ണം UDF-ന്റെയും കയ്യിലാണ്. ഇതിൽ 3 മണ്ഡലങ്ങളിലാണ് ശക്തമായ മത്സരം നടക്കുന്നത്. അഴീക്കോട്, കൂത്തുപറമ്പ്, പേരാവൂർ മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം നടക്കുന്നു. അഴീക്കോട് സിറ്റിംഗ് MLA KM ഷാജിയും മാധ്യമപ്രവർത്തകൻ കൂടിയായ നികേഷ് കുമാർ MV നികേഷ് കുമാറും തമ്മിലാണ് മത്സരം. ഈ മത്സരം കടുത്ത് തന്നെയാണ്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ രീതിയിലേക്ക് മത്സരത്തിന്റെ പ്രചാരണ രീതിയിൽ മത്സരം കടന്നു. പ്രചാരണം അതിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ കേരളത്തിന്റെ ഒരു സമഗ്ര രാഷ്ട്രീയ ചിത്രമാണ് ഷിതയും അസ്ലമും ടോബിയും നൽകിയത്. ഇനിയൊരു ഇടവേള. പട്ടാമ്പിയിലെ UDF സ്ഥാനാർത്ഥി CP മുഹമ്മദ് വോട്ടർമാരെ പണം കൊടുത്ത് സ്വാധീനിക്കുന്നു എന്ന് പിണറായി വിജയന്റെ ആരോപണം. ഇത് സാധൂകരിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പിണറായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. വോട്ടർക്ക് പണം നൽകിയില്ലെന്നും ഹസ്തദാനം കൊടുക്കുകയാണ് ചെയ്തെന്നുമാണ് CP മുഹമ്മദിന്റെ പ്രതികരണം. സിറ്റിംഗ് MLA CP മുഹമ്മദ് ഭവന സന്ദർശനത്തിനിടെ വോട്ടർമാർക്ക് പണം നൽകുന്നു എന്നാണ് പിണറായി വിജയൻ ഉന്നയിച്ച ഗുരുതരമായ ആരോപണം. ഇത് തെളിയിക്കുന്ന തരത്തിലുള്ള 21 സെക്കൻഡ് ദൈർഘ്യമുള്ള മൊബൈൽ ദൃശ്യങ്ങളാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. CP മുഹമ്മദ് ഒരു വീട്ടിലേക്ക് കടന്നു വരികയും സ്ത്രീയുടെ കയ്യിൽ ഒരു വസ്തു വെച്ചു കൊടുക്കുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. എല്ലാം ശരിയാക്കി തരാം എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ പണമല്ല ഹസ്തദാനമാണ് നൽകിയതെന്നാണ് CP മുഹമ്മദിന്റെ മറുപടി. ആരോപണങ്ങൾ ഉന്നയിച്ച് തന്നെ തകർക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നതെന്നും CP മുഹമ്മദ്. അത് CPM-ന്റെ ഒരു കൽപ്പിത കഥയാണ്. ഞാൻ ആർക്കും പൈസ കൊടുത്തിട്ടില്ല. 4 തവണയാണ് ഞാൻ ഇലക്ഷനിൽ മത്സരിക്കുന്നത്. അത് CPM-ന്റെ ഒരു കൽപ്പിത കഥയാണ്. വോട്ടർമാർക്ക് പണം നൽകി സ്വാധീനിക്കുന്ന സ്ഥാനാർത്ഥി അയോഗ്യനാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും പിണറായി ആവശ്യപ്പെടുന്നു. മീഡിയ 1 പാലക്കാട്. നരേന്ദ്രമോദിയുടെ സൊമാലിയൻ പരാമർശത്തിൽ പ്രതിഷേധം തുടരുന്നു. പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പരാമർശം മാപ്പർഹിക്കാത്തതാണെന്ന് AK ആന്റണി പറഞ്ഞപ്പോൾ ജനം തെരഞ്ഞെടുപ്പിലൂടെ മോദിക്ക് മറുപടി നൽകുമെന്നായിരുന്നു CPM-ന്റെ പ്രതികരണം. എന്നാൽ മോദി കേരളത്തിൽ നൽകിയ മുന്നറിയിപ്പാണിതെന്ന് വെങ്കയ്യ നായിഡു വ്യക്തമാക്കി. മോദി മാപ്പ് പറയണമെന്ന് AICC-യും ആവശ്യപ്പെട്ടു. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ഒരു പ്രചരണ യോഗത്തിലാണ്, തെരഞ്ഞെടുപ്പിനൊരായുധമായിട്ടാണ് ഈ തെറ്റായ കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചത്. അത് ആ തെറ്റ് തിരുത്താൻ അവസരമുണ്ടായിട്ടും അത് തിരുത്താതെ ഇരുന്ന സാഹചര്യത്തിൽ നിയമപരമായിട്ട് എന്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിലയിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ആലോചിക്കുകയാണ്. Every school child will tell you that Kerala is number 1 in human development indicators among all the states in India. The Prime Minister so-called great Gujarat model. Gujarat ranks from between 12 to 20 depending on which indicator you are choosing. So this is a ridiculous comparison. എന്നാൽ ഒരു കാര്യം നരേന്ദ്രമോദി മനസ്സിലാക്കണം. ഈ കേരളത്തിന് സോമാലിയുടെ അവസ്ഥ ഇതുവരെ വരാതിരുന്നത് കേരളത്തിൽ ഇതുവരെ BJP അധികാരത്തിൽ വരാതിരുന്നത് കൊണ്ടാണ്. Kerala people are intelligent. They are not to be misled by this sort of campaign by Mr. Oman Chandi. If he can take legal action, he can take legal action. ഇടത് സ്ഥാനാർത്ഥിയുടെ ചിരിക്കുന്ന ചിത്രത്തെയും UDF സ്ഥാനാർത്ഥിയുടെ പേര് മാറ്റത്തെയും ചൊല്ലി കോഴിക്കോട്ട് UDF-ന്റെ പ്രതിഷേധം.
വോട്ടിംഗ് യന്ത്രത്തിൽ ബാലുശ്ശേരി മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി പുരുഷൻ കടലുണ്ടി MLA-യുടെ ചിരിക്കുന്ന ചിത്രം ഉൾപ്പെടുത്തിയെന്നും UDF സ്ഥാനാർത്ഥി UC രാമന്റെ പേരിനൊപ്പം വീട്ടുപേര് ചേർത്തുവെന്നുമാണ് UDF-ന്റെ പരാതി. UDF പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് വോട്ടിംഗ് യന്ത്രം സജ്ജീകരിക്കുന്നത് മാറ്റിവെച്ചു. ഒരു ഇടവേള കൂടി. തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ പ്രശസ്ത മാധ്യമ പ്രവർത്തകരായ പ്രണോയ് റോയ്, ഡൊറാബ് സബാരിവാല, ശേഖർ ഗുപ്ത എന്നിവർ പിണറായിലെത്തി പിണറായി വിജയനെ ഇന്റർവ്യൂ ചെയ്തു. അവർക്ക് പ്രധാനമായും അറിയേണ്ടിയിരുന്നത് ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്നതാണ്. തുറന്ന ഒരു ചിരി മാത്രമായിരുന്നു പിണറായിയുടെ മറുപടി. തമിഴ്നാട് സന്ദർശനത്തിന് ശേഷമാണ് പ്രണോയ് റോയും ഇന്ത്യൻ എക്സ്പ്രസ് മുൻ എഡിറ്റർ ശേഖർ ഗുപ്തയും അടക്കമുള്ള മാധ്യമ സംഘം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം വിലയിരുത്താനെത്തിയത്. ഇവിടെ BJP ഉയർത്തുന്ന വെല്ലുവിളിയെക്കുറിച്ചായിരുന്നു ഡൽഹി സംഘത്തിന് പ്രധാനമായും അറിയേണ്ടിയിരുന്നത്. ബംഗാളിൽ കോൺഗ്രസുമായി സഖ്യമോ നീക്കുപോക്കോ ഇല്ലെന്നതാണ് പാർട്ടി ലൈനെന്ന് ഇതു സംബന്ധിച്ച ചോദ്യത്തിന് പിണറായി മറുപടി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒന്നിച്ചുള്ള സർക്കാർ രൂപീകരിക്കുന്ന കാര്യം ഉയർന്നു വരില്ല. ഏറ്റവും ഒടുവിൽ കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയോടാണോ തങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പ്രണോയ് റോയ് ആവർത്തിച്ച് ചോദിച്ചെങ്കിലും തുറന്ന ചിരി മാത്രമായിരുന്നു പിണറായിയുടെ മറുപടി. മീഡിയ 1 കണ്ണൂർ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രചാരണ ഗാനങ്ങൾ ഒഴിച്ചുകൂടാനാവാത്തതാണ്. എല്ലാ സ്ഥാനാർത്ഥികളും തന്നെ പ്രചാരണ ഗാനം എല്ലാ വർഷവും അല്ലെങ്കിൽ ആ സാഹചര്യം അനുസരിച്ചുള്ള പ്രചാരണ ഗാനങ്ങൾ ഉണ്ടാക്കും. എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് PC ജോർജിന്റെ പ്രചാരണ ഗാനമാണ്. ഈ കാഴ്ചയോടെ ഇന്നത്തെ കേരള ബാലറ്റിയുടെ പൂർണ്ണമാകുന്നു. ഇനി ഈവനിംഗ് ന്യൂസുമായി നസ്രയും സൈഫുദ്ദീനും ചേരും. ഈ വിളി കേട്ടാൽ ആരായാലും ഒന്ന് നിന്നു പോകും. തീർന്നില്ല, ഈ സംഗീതത്തിന് ആരും ഒന്ന് താളമിടും. അഴിമതിക്കാരെ വലിച്ചു കീറും വീരൻ ജോർജ്, PC ജോർജ്, നട്ടലുള്ളൊരു പൂഞ്ഞാർ ജോർജ്, പൂഞ്ഞാർ നാടിൻ സ്വന്തം ജോർജ്. അഴിമതിക്കാരെ വലിച്ചു കീറും. പാട്ട് ചില്ലറക്കാരനെ കുറിച്ചല്ല, കേരള രാഷ്ട്രീയത്തിലെ ഒറ്റയാനെയാണ് വരികളിൽ വർണ്ണിക്കുന്നത്. ന്യൂജൻ ബ്രോസിനെ ഹരം കൊള്ളിക്കുന്ന റോക്ക് മ്യൂസിക് മാത്രമല്ല PC-യുടെ നമ്പർ. പൂഞ്ഞാറിനെ കോൾമയർ കൊള്ളിക്കാൻ മുത്തായും പൊന്നായും PC അവതരിക്കുന്നുണ്ട്. വോട്ട് PC-ക്ക് വീണാലും ഇല്ലെങ്കിലും വോട്ടെടുപ്പിന് മുമ്പ് തന്നെ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിയാണ് PC-യുടെ പാരടിപ്പാട്ട് സോഷ്യൽ മീഡിയയിൽ തകർത്തോടുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1.